കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഇതുപോലെ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ ആണ് പഠിച്ചത്, മുഖത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇപ്രാവശ്യം നമ്മൾ സൈഡ് വ്യൂ ആണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, പഴയതുപോലെ തന്നെ 4 വട്ടം മുകളിലും 4 എണ്ണം താഴെയും നമ്മൾ വരച്ചു. ഇനി ഇതിന് എന്താ വരയ്ക്കുന്നത്? സൈഡിലാകുമ്പോൾ മൂക്ക് ആദ്യമായിട്ട് വരയ്ക്കുക. ഇങ്ങനെ ഇത് വേണ്ടി ചിരിക്കുന്ന പോലെ വായുടെ ഒരു ഭാഗം, കണ്ണ്, പുരികം ഒന്ന് ശരിക്കും കറുപ്പിച്ച് വരയ്ക്കുക. ഇനി ചെവി, അതായിട്ട് മുടി, തലമുടി വരയ്ക്കാം. ഇപ്പോൾ ഒരു രൂപമായി സൈഡ് വ്യൂ. ഇപ്പോൾ ചിരിക്കുന്ന പോലെയുള്ള, അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷനും കൂടെ ഇടണം. ഈ മൂക്ക് വേറൊരു രീതിയിലായിട്ട് വരയ്ക്കുന്നു, മീശ വരയ്ക്കുന്നു. ഇനി വേറൊരു ഭാവവ്യത്യാസമുള്ള മറ്റൊന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. ചെവി വരയ്ക്കുന്നു, കുറച്ച് മുടി. അപ്പം ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെയർ സ്റ്റൈല്. ഇനി അടുത്തത് മൂക്ക്, കണ്ണ് ഇങ്ങനെ പകുതി അടഞ്ഞ് ഇങ്ങനെയും വരയ്ക്കാം. ഇത് അതുകൊണ്ട് എക്സ്പ്രഷനുമായിട്ടാണ് ഈ വര വരയ്ക്കുന്നത്. ചെവി, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും നമ്മുടെ ഭാവവ്യത്യാസമാണ് ഇതിനകത്തിൽ കാണുന്നത്. അയാൾ ദുഃഖിതനായതുകൊണ്ടാണ് ഒരു തുള്ളി കണ്ണുനീര് അവിടെ വരച്ചു വെച്ചത്. മൂക്കിങ്ങനെ വരച്ചു. ഇനി വേറൊരു തരത്തിൽ പുരികം, കണ്ണ് കൂടെ വരയ്ക്കുന്നു. ഒരു ചെറിയൊരു അത്ഭുതം പോലൊക്കെയുണ്ട്. ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെവി, ഹെയർ സ്റ്റൈല്, അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരച്ച് ഒപ്പിക്കാം. അത്രയും മതി കാര്യങ്ങൾ. ഇനി അടുത്ത ആൾ, ഇപ്പോൾ 4 പേരെ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇതുപോലെ ശ്രദ്ധിച്ച് നിങ്ങളും ചെയ്യണം കുട്ടികൾ. നമുക്ക് എത്ര നീളം വേണമെങ്കിലും വയ്ക്കാം. ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇപ്പോൾ പല്ല് വരെ കാണാം. ഇങ്ങനെ ചെവി, ഹെയർ സ്റ്റൈല്. ഇവിടെയും അതുപോലെ തന്നെ. അപ്പം അത്രയിട നമ്മൾ മായ്ച്ച് കളഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സൗകര്യം കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ പല്ലും ഒക്കെ ഓപ്പണായിട്ട് വരയ്ക്കാൻ സാധിക്കും. ചെവി, പിന്നെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. ഇതെല്ലാം സൈഡ് പോസ്റ്റുകളാണ്. ഇത് കഴിഞ്ഞാണ് നമുക്ക് ആക്ഷൻ കാർട്ടൂൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കണ്ടില്ലേ? മുകളിൽ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു, താഴെയും ഇത്രയുമായി. ഇനിയും 2 എണ്ണം കൂടിയേ ഉള്ളൂ. ഈ രീതിയിൽ മൂക്ക്, മീശ, കൊമ്പമീശ. ഞാൻ പറഞ്ഞിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പുരികം വേണമെങ്കിലും വരയ്ക്കാം. ഇതിപ്പോൾ ദേഷ്യപ്പെട്ടുള്ള, അതുകൊണ്ടാണ് വളഞ്ഞു കുത്തിയ ഒരു പുരികം വരയ്ക്കുന്നത്. ഇതുപോലെയാണ് എക്സ്പ്രഷന് വേണ്ടിയിട്ട് ചില ചിഹ്നങ്ങൾ നമ്മൾ ചേർക്കും. അതുപോലെ ചേർക്കണം. ഭാവഭേദങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെറിയ തോതിൽ വരകൾ നമ്മൾ കൊടുക്കാറുണ്ട്, ലൈൻസ്. ഇവിടെ അടുത്തതും അങ്ങനത്തെ ഒരു രീതിയാണ്. ഈ കാണിച്ചതാണ് നമ്മുടെ ഭാവഭേദങ്ങൾക്ക് കൊടുക്കുന്ന പ്രധാന ലൈൻസൊക്കെ. ഇതിങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ ആക്ഷൻ കാർട്ടൂൺസ് ഇങ്ങനെയുള്ളതാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ സ്വയം പഠിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത 3-ാം ഭാഗത്തിൽ ആക്ഷൻ കാർട്ടൂൺസിനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. വളരെ രസകരമായി തന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു.